കാലുകൾക്ക് മാൻപേടയുടെ വേഗം നൽകുന്നവൻ, ഉന്നതഗിരികളിൽ സുരക്ഷിതനായി നിർത്തുന്നവൻ, കൈകളെ യുദ്ധമുറ അഭ്യസിപ്പിക്കുന്നവൻ, രക്ഷയുടെ പരിച നൽകുന്നവൻ. രാജാവിൻ്റെ യുദ്ധവിജയം ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ് 18-ാം സങ്കീർത്തനം. അവിടുത്തെ വാത്സല്യം എന്നെ വലിയവനാക്കിയെന്ന് സങ്കീർത്തകനോടൊപ്പം നമുക്കും പറയാം. ആകാശം ചായിച്ച് അവിടുന്നിറങ്ങി വന്നു, കൂരിരുട്ടിന്മേൽ അവിടുന്ന് പാദമുറപ്പിച്ചു. കെരൂബിനെ വാഹനമാക്കി അവിടുന്ന് പറന്നു, കാറ്റിന്റെ ചിറകുകളിൽ അവിടുന്ന് പാഞ്ഞു വന്നു. ആകാശം ചായി പാദമുറപ്പിച്ചു. കർത്താവേ, എന്റെ ശക്തിയുടെ ഉറവിടമേ, ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. അങ്ങാണെന്റെ രക്ഷാശിലയും കോട്ടയും വിമോചകനും, എന്റെ ദൈവവും എനിക്ക് അഭയം തരുന്ന പാറയും, എന്റെ പരിചയും രക്ഷാശൃംഗവും അഭയകേന്ദ്രവും. സ്തുത്യർഹനായ കർത്താവിനെ ഞാൻ വിളിച്ചപേക്ഷിക്കുന്നു. അവിടുന്ന് എന്നെ ശത്രുക്കളിൽ നിന്നു രക്ഷിക്കും. മരണപാശം എന്നെ ചുറ്റി, വിനാശത്തിൻ്റെ പ്രവാഹങ്ങൾ എന്നെ ആക്രമിച്ചു. പാതാളപാശം എന്നെ വരിഞ്ഞു മുറുക്കി, മരണത്തിൻ്റെ കുരുക്ക് എൻ്റെ മേലിതാ വീഴുന്നു. കഷ്ടതയിൽ ഞാൻ കർത്താവിനെ വിളിച്ചപേക്ഷിച്ചു. എൻ്റെ ദൈവത്തോടു ഞാൻ സഹായത്തിനായി നിലവിളിച്ചു. അവിടുന്ന് തൻ്റെ ആലയത്തിൽ നിന്ന് എൻ്റെ അപേക്ഷ കേട്ടു. എൻ്റെ നിലവിളി അവിടുത്തെ കാതുകളിലെത്തി. കർത്താവിൻ്റെ കോപത്തിൽ ഭൂമി ഞെട്ടിവിറച്ചു. മലകളുടെ അടിസ്ഥാനങ്ങൾ ഇളകി. അവിടുത്തെ നാസികയിൽ നിന്നു ധൂമപടലമുയർന്നു. വായിൽ നിന്നു സംഹാരാഗ്നി പുറപ്പെട്ടു. കനലുകൾ കത്തിജ്വലിച്ചു. ആകാശം ചായിച്ച് അവിടുന്നിറങ്ങി വന്നു, കൂരിരുട്ടിന്മേൽ അവിടുന്ന് പാദമുറപ്പിച്ചു. കെരൂബിനെ വാഹനമാക്കി അവിടുന്ന് പറന്നു, കാറ്റിന്റെ ചിറകുകളിൽ അവിടുന്ന് പാഞ്ഞു വന്നു. ആകാശം ചായിച്ച് അവിടുന്നിറങ്ങി വന്നു, കൂരിരുട്ടിന്മേൽ അവിടുന്ന് പാദമുറപ്പിച്ചു.
അന്ധകാരം കൊണ്ടവിടുന്ന് ആവരണം ചമച്ചു. ജലം നിറഞ്ഞ കാർമേഘങ്ങൾ കൊണ്ട് വിതാനമൊരുക്കി. അവിടുത്തെ മുൻപിൽ ജ്വലിക്കുന്ന തേജസ്സിൽ നിന്നു കന്മഴയും തീക്കനലും മേഘങ്ങൾ ഭേദിച്ചു ഭൂമിയിൽ പതിച്ചു. കർത്താവ് ആകാശത്തിൽ ഇടിമുഴക്കി. അത്യുന്നതന്റെ ശബ്ദം മുഴങ്ങിക്കേട്ടു. കന്മഴയും തീക്കനലും പൊഴിഞ്ഞു. അവിടുന്ന് അമ്പയച്ച് അവരെ ചിതറിച്ചു. മിന്നൽ പിണർ കൊണ്ട് അവരെ പായിച്ചു. കർത്താവേ, അങ്ങയുടെ ശാസനയാൽ അങ്ങയുടെ നാസികയിൽ നിന്നു പുറപ്പെട്ട നിശ്വാസത്താൽ സമുദ്രത്തിലെ അന്ധപ്രവാഹങ്ങൾ കാണപ്പെട്ടു. ഭൂമിയുടെ അടിസ്ഥാനങ്ങൾ അനാവൃതമായി. ഉന്നതത്തിൽ നിന്നു കൈനീട്ടി അവിടുന്ന് എന്നെ പിടിച്ചു. പെരുവെള്ളത്തിൽ നിന്ന് അവിടുന്ന് എന്നെ പൊക്കിയെടുത്തു. പ്രബലനായ ശത്രുവിൽ നിന്നും എന്നെ വെറുത്തവരിൽ നിന്നും അവിടുന്ന് എന്നെ രക്ഷിച്ചു. അവർ എന്റെ ശക്തിക്കതീതരായിരുന്നു. അനർത്ഥകാലത്ത് അവർ എന്റെ മേൽ ചാടി വീണു. കർത്താവ് എനിക്ക് അഭയമായിരുന്നു. അവിടുന്ന് എന്നെ വിശാലമായ സ്ഥലത്തേക്കു നയിച്ചു. എന്നിൽ പ്രസാദിച്ചതിനാൽ എന്നെ വിമോചിപ്പിച്ചു. എന്റെ നീതിക്കൊത്ത വിധം കർത്താവ് എനിക്കു പ്രതിഫലം നൽകി. എന്റെ കൈകളുടെ നിർമ്മലതയ്ക്കു ചേർന്ന വിധം എനിക്കു പകരം തന്നു. കർത്താവിന്റെ മാർഗത്തിൽ ഞാൻ ഉറച്ചു നിന്നു. തിന്മ ചെയ്ത് എന്റെ ദൈവത്തിൽ നിന്നു ഞാൻ അകന്നു പോയില്ല. അവിടുത്തെ കൽപ്പനകൾ എന്റെ കൺമുൻപിലുണ്ടായിരുന്നു. അവിടുത്തെ നിയമങ്ങൾ ഞാൻ ലംഘിച്ചില്ല. അവിടുത്തെ മുൻപിൽ ഞാൻ നിർമ്മലനായിരുന്നു. കുറ്റങ്ങളിൽ നിന്നു ഞാൻ അകന്നു നിന്നു. എന്റെ നീതിയും കൈകളുടെ നിഷ്കളങ്കതയും കണ്ടു കർത്താവ് എനിക്കു പ്രതിഫലം നൽകി. ആകാശം ചായിച്ച് അവിടുന്നിറങ്ങി വന്നു. കൂരിരുട്ടിന്മേൽ അവിടുന്ന് പാദമുറപ്പിച്ചു. കെരൂബിനെ വാഹനമാക്കി അവിടുന്ന് പറന്നു. കാറ്റിന്റെ ചിറകുകളിൽ അവിടുന്ന് പാഞ്ഞു വന്നു. ആകാശം ചായിച്ച്
അവിടുന്നിറങ്ങി വന്നു കൂരിരുട്ടിന്മേൽ അവിടുന്ന് പാദമുറപ്പിച്ചു. വിശ്വസ്തനോട് അങ്ങ് വിശ്വസ്തത പുലർത്തുന്നു, നിഷ്കളങ്കനോട് നിഷ്കളങ്കമായി പെരുമാറുന്നു. നിർമ്മലനോടു നിർമ്മലമായും ദുഷ്ടനോടു ക്രൂരമായും അങ്ങു പെരുമാറുന്നു. വിനീതരെ അങ്ങു വിടുവിക്കുന്നു, അഹങ്കാരികളെ അങ്ങു വീഴ്ത്തുന്നു. അങ്ങെന്റെ ദീപം കൊളുത്തുന്നു, എന്റെ ദൈവമായ കർത്താവ് എന്റെ അന്ധകാരം അകറ്റുന്നു. അവിടുത്തെ സഹായത്താൽ ഞാൻ സൈന്യനിരയെ ഭേദിക്കും. എന്റെ ദൈവത്തിൻ്റെ സഹായത്താൽ ഞാൻ കോട്ട ചാടിക്കടക്കും. ദൈവത്തിൻ്റെ മാർഗം അവികലമാണ്, കർത്താവിൻ്റെ വാഗ്ദാനം നിറവേറും. തന്നിൽ അഭയം തേടുന്നവർക്ക് അവിടുന്നു പരിചയാണ്. കർത്താവല്ലാതെ ദൈവം ആരുണ്ട്? നമ്മുടെ ദൈവമല്ലാതെ രക്ഷാശില എവിടെയുണ്ട്? അവിടുന്ന് ശക്തി കൊണ്ട് എൻ്റെ അരമുറുക്കുന്നു, എൻ്റെ മാർഗം സുരക്ഷിതമാക്കുന്നു. അവിടുന്ന് എൻ്റെ കാലുകൾക്കു മാൻപേടയുടെ വേഗം നൽകി. ഉന്നതഗിരികളിൽ എന്നെ സുരക്ഷിതനായി നിർത്തി. എന്റെ കൈകളെ അവിടുന്ന് യുദ്ധമുറ അഭ്യസിപ്പിച്ചു. എന്റെ കരങ്ങൾക്കു പിച്ചളവില്ലു കുലയ്ക്കാൻ കഴിയും. അങ്ങ് എനിക്കു രക്ഷയുടെ പരിച നൽകി. അവിടുത്തെ വലത്തു കൈ എന്നെ താങ്ങി നിർത്തി. അവിടുത്തെ വാത്സല്യമെന്നെ വലിയവനാക്കി. എന്റെ പാത അങ്ങു വിശാലമാക്കി. എന്റെ കാലുകൾ വഴുതിയില്ല. എന്റെ ശത്രുക്കളെ ഞാൻ പിന്തുടർന്നു പിടിച്ചു. അവരെ സംഹരിക്കുവോളം ഞാൻ പിൻവാങ്ങിയില്ല. എഴുന്നേൽക്കാനാവാത്ത വിധം അവരെ ഞാൻ തകർത്തു. അവർ എന്റെ കാൽ കീഴിൽ ഞെരിഞ്ഞു. യുദ്ധത്തിനായി ശക്തി കൊണ്ട് അങ്ങെന്റെ അരമുറുക്കി. എന്നെ ആക്രമിച്ചവരെ അങ്ങ് എനിക്കധീനമാക്കി. എന്റെ ശത്രുക്കളെ അങ്ങു പലായനം ചെയ്യിച്ചു. എന്നെ വെറുത്തവരെ ഞാൻ നശിപ്പിച്ചു. സഹായത്തിനു വേണ്ടി അവർ നിലവിളിച്ചു. രക്ഷിക്കാനാരുമുണ്ടായിരുന്നില്ല. കർത്താവിനോട് അവർ നിലവിളിച്ചു.
അവിടുന്ന് ഉത്തരമരുളിയില്ല. കാറ്റിൽ പറക്കുന്ന ധൂളി പോലെ ഞാൻ അവരെ പൊടിച്ചു, തെരുവിലെ ചെളി പോലെ കോരിക്കളഞ്ഞു. ജനത്തിൻ്റെ കലഹത്തിൽ നിന്ന് അങ്ങെന്നെ രക്ഷിച്ചു. അങ്ങെന്നെ ജനതകളുടെ അധിപനാക്കി. എനിക്ക് അപരിചിതമായിരുന്ന ജനത എന്നെ സേവിച്ചു. എന്നെ കുറിച്ചു കേട്ട മാത്രയിൽ അവർ എന്നെ അനുസരിച്ചു. അന്യജനതകൾ എന്നോടു കേണിരന്നു. അന്യജനതകൾക്കു ധൈര്യമറ്റു. കോട്ടകളിൽ നിന്നു വിറയലോടെ അവർ പുറത്തു വന്നു. കർത്താവ് ജീവിക്കുന്നു. എന്റെ രക്ഷാശില വാഴ്ത്തപ്പെടട്ടെ. എന്റെ രക്ഷയുടെ ദൈവം സ്തുതിക്കപ്പെടട്ടെ. ദൈവം എനിക്കു വേണ്ടി പ്രതികാരം ചെയ്തു. ജനതകളെ എനിക്ക് അധീനമാക്കി. ശത്രുക്കളിൽ നിന്ന് അവിടുന്നെന്നെ രക്ഷിച്ചു. വൈരികൾക്കുമേൽ എന്നെ ഉയർത്തി. അക്രമികളിൽ നിന്ന് അവിടുന്നെന്നെ വിടുവിച്ചു. ആകയാൽ കർത്താവേ, ജനതകളുടെ മധ്യേ ഞാൻ അങ്ങേക്കു കൃതജ്ഞതാസ്തോത്രമാലപിക്കും. അങ്ങയുടെ നാമം പാടി സ്തുതിക്കും. തൻ്റെ രാജാവിന് അവിടുന്ന് വൻ വിജയം നൽകുന്നു. തൻ്റെ അഭിഷിക്തനോട് എന്നേക്കും കാരുണ്യം കാണിക്കുന്നു. ദാവീദിനോടും അവൻ്റെ സന്തതിയോടും തന്നെ